Welcome to MrUnbox and Travel. ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ഫോൺ എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര സ്മാർട്ട് ഫോണാണ് ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Xiaomi 12 Pro. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഏകദേശം 5 ദിവസത്തിനടുത്തായി ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫുൾ ബോക്സ് എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഖത്തറിൽ ഇതിൻ്റെ റിവ്യൂ യൂണിറ്റ് വന്നില്ല എന്നതാണ് ഇതിൻ്റെ സത്യം. എങ്കിലും ഇവിടെ ഖത്തറിലെ ഷവോമിയുടെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഇൻ്റർടെക് ഖത്തറും അതിലെ സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് നമുക്കൊരു യൂണിറ്റ് അവർ തന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇൻ്റർടെക് ഖത്തറിനും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നമുക്ക് സമയം കളയാതെ ഈ ഒരു ഷവോമി 12 പ്രോയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ഇല്ലെങ്കിൽ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 120 വാട്ടിൻ്റെ ഒരു സൂപ്പർ ചാർജർ നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസും ഒരു സിം ഇജക്ടറും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോണിനൊപ്പം ലഭിക്കുക. 3 കളേഴ്സിലാണ് ഈ ഒരു ഷവോമി 12 Pro മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ബ്ലൂ, ഗ്രേ, പേർപ്പിൾ. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമിലർ ഷവോമി 12ൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കാണുക. അപ്പോൾ ഷവോമി 12ൻ്റെ റിവ്യൂ കാണാത്തവർക്കായിട്ട് ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. എനിവേ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് സ്മഡ്ജസും കാര്യങ്ങളൊന്നും വരില്ല. 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാമറക്കും ഒരു പ്രത്യേകത ഉണ്ട്. അത് ക്യാമറയുടെ സെക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അലൂമിനിയമാണ് ബോഡി ഫ്രെയിം വരുന്നത്. അതുപോലെ തന്നെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഡിസ്പ്ലേയും പിറക് സൈഡും കേർവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. 8.16 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 205 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. അത്യാവശ്യം ലെങ്ത് ഉള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വോളിയം റോക്കേഴ്സ് വരുന്നത്. മുകൾ വശത്തായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡ്യുവൽ നാനോ 5G സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുക. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen ഫസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 5G പ്രൊസസ്സറാണ്. 4 nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഇപ്പോൾ ഈ ഒരു 5 ദിവസം യൂസ് ചെയ്തപ്പം എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. യാതൊരു ഇഷ്യൂസും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ Adreno 730 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Adreno 730 എന്ന് പറയുന്ന ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ ഗ്രാഫിക് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു GPU തന്നെയാണ്. ഇപ്പോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രൊസസ്സറും GPUം വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊസസ്സറും GPUം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. LPDDR5 ആണ് റാം വരുന്നത്. UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. 12GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻ്റാണ് ഇവിടെ ഖത്തറിൽ അവൈലബിൾ ആവുന്നത്. 12GB റാം കൂടാതെ തന്നെ 3GB നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ റോമിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ കൂടി സാധിക്കും. കണക്ടിവിറ്റിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് എന്നോട് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ലിക്വിഡ് കൂൾ ടെക്നോളജി ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഉണ്ടായാൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ കൂളാവാൻ ഈ ഒരു ടെക്നോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Wi-Fi 6 അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ Wi-Fi 6E കൂടി വരുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. IR ബ്ലാസ്റ്റർ, NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അവരുടെ MIUI വേർഷൻ വരുന്നത് 13 ആണ്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോകുമോ എന്നതാണ് എൻ്റെ ഒരു പേടി. 6.73 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. WQHD+2K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. പക്ഷേ LTPO ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ 1 Hz മുതൽ 120 Hz വരെ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. 522 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. വളരെ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
അതുപോലെ തന്നെ 1000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് ലെവൽ, 1500 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ പോകുക. അപ്പം വെളിയിലും കാര്യങ്ങളൊക്കെ പോയാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കും. HDR 10+ സപ്പോർട്ടാണ്, ഡോൾബി വിഷൻ സപ്പോർട്ടാണ്, അതുപോലെ തന്നെ 480 ഹെർട്സ് ആണ് ഇതിന് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കളിക്കുന്നവർക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള, ഡീറ്റെയിൽ ആയിട്ടുള്ള, ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ നൽകുന്ന ഒരു ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് Xiaomi 12 Pro. ഞാൻ പറഞ്ഞില്ലേ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വിട്ടുപോകുന്നുള്ളത്. അപ്പം വിട്ടുപോയ കാര്യം വേറൊന്നല്ല, ഈ ഒരു ഡിസ്പ്ലേ 10-bit ഡിസ്പ്ലേ ആണ്. Xiaomi 12 ഉപയോഗിച്ചിരിക്കുന്നത് 12-bit ഡിസ്പ്ലേയുമാണ്. എൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്, ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. ഇത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 4600 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 120 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുക. പക്ഷേ എനിക്ക് ചാർജർ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചാർജിങ് ടെസ്റ്റിംഗ് ടൈം ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. എങ്കിലും കമ്പനി പറയുന്നത് ബൂസ്റ്റ് മോഡിലാണെങ്കിൽ ഏകദേശം 18 മിനിറ്റ് കൊണ്ട് 0 to 100 ആവുകയും അത് സ്റ്റാൻഡേർഡ് മോഡിലാണെങ്കിൽ 24 മിനിറ്റ് കൊണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു 5 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 4600 mAh ബാറ്ററി എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കുകയും നോർമൽ യൂസ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 4 സ്പീക്കർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹർമൻ കാർഡൻ ആണ് സ്പീക്കർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ ക്വാളിറ്റി നോക്കിയാൽ അത്യാവശ്യം നല്ല ബേസ് ഉള്ള, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള, അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ഇനി ഗെയിമിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. അത് തന്നെ ഗ്രാഫിക് വെരി ഹൈയിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ഫ്രെയിം റേറ്റ് ഇഷ്യൂ, ലാഗിങ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. കാരണം Adreno 730 എന്ന് പറയുന്ന GPU വളരെ പവർഫുൾ ആയിട്ടുള്ള GPU തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇഷ്യോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഗെയിമിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. 45 മിനിറ്റ് കളിച്ചപ്പോഴും പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടില്ല. ഇനി നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഹീറ്റിംഗ് വന്നാൽ കൂടി ലിക്വിഡ് കൂൾ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് കൂളാവുകയും ചെയ്യും. ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്താൽ ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു Xiaomi 12 Proയുടെ റിയർ ക്യാമറയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന 3 ലെൻസും 50 മെഗാ പിക്സലാണ് വരുന്നത്. പ്രൈമറി ലെൻസിൽ തന്നെ സോണിയുടെ IMX707 എന്ന് പറയുന്ന സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.9 ആണ് അതിൻ്റെ അപ്പാച്ചർ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ലെൻസായിട്ടുള്ള അൾട്രാ വൈഡും വരുന്നത് 50 മെഗാ പിക്സലാണ്. f2.2 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. മൂന്നാമത്തെ ലെൻസായിട്ടുള്ള ടെലിഫോട്ടോ ലെൻസും വരുന്നത് 50 മെഗാ പിക്സലാണ്. f1.9 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. ക്യാമറയിലുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മോഷൻ ട്രാക്കിംഗ് ഫോക്കസും മോഷൻ ക്യാപ്ചറും അതുപോലെ തന്നെ ഐ ട്രാക്കിംഗ് ഫോക്കസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐ ട്രാക്കിംഗ് ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഐയിലായിരിക്കും ഫോക്കസ് ക്യാമറ എപ്പോഴും വെക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ ചലിച്ചാലും അല്ലെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഐയിലായിരിക്കും ഫോക്കസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മളെ സഹായിക്കും. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അതിൽ തന്നെ എസ്പെഷ്യലി പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ഫോട്ടോസും നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്ന ഓരോ ഫോട്ടോയ്ക്കും നല്ല ഡീറ്റെയിലിങ്ങും ഷാർപ്നെസ്സും നമുക്ക് ഓരോ ഫോട്ടോയിലും കാണാൻ പറ്റുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒട്ടുമിക്ക ഫോട്ടോസും ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ്. ചിലർക്ക് ഇഷ്ടമാവും, അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കളറായിരിക്കും. എനിവേ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ പാറ്റേൺ ആണ് ഈ ഒരു Xiaomi 12 Proയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ നമുക്ക് കാണുന്നത്. 50 മെഗാ പിക്സൽ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും അപാര ഡീറ്റെയിലിംഗ് ആ ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും ആ ഒരു ഡീറ്റെയിൽസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. HDR ഫോട്ടോസിൻ്റെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് HDR
ഫോട്ടോസിലും നമുക്ക് ലഭിക്കുന്നത്. ഇനി പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താൽ ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ആ ഒരു സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് വളരെ നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് പോർട്രേറ്റ് മോഡിലും എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നൈറ്റ് മോഡിൻ്റെ കാര്യം എടുത്താൽ Xiaomi 12 പറഞ്ഞ അതേ ഒരു ഒപ്പീനിയൻ തന്നെയാണ് ഈ ഒരു Xiaomi 12 Proയെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സഹായമുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിൽ ലഭിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷട്ടറിലാണ് ഈ ഒരു നൈറ്റ് മോഡ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ലെസ് ദെൻ സെക്കൻഡിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലറാവാത്ത രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കും എന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു ദോഷം എന്താണെന്ന് പറഞ്ഞാൽ തീരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സമയത്തുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കില്ല. എങ്കിലും ആ ഒരു ലഭിക്കുന്ന ഫോട്ടോയിൽ ഡീറ്റെയിൽസ് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുമെന്നത് ഇതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. എനിവേ അൾട്രാ വൈഡിൻ്റെ കാര്യം എടുത്താലും അൾട്രാ വൈഡും 50 മെഗാ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്കിതിൽ അൾട്രാ വൈഡിൽ എടുത്തിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യം എടുത്താൽ ടെലിഫോട്ടോ ലെൻസിലാണ് നമുക്ക് മാക്രോ മോഡ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. മാക്രോ മോഡിൻ്റെ കാര്യം എടുത്താലും ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് മാക്രോ മോഡിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് പോർട്രേറ്റ് മോഡിലും അതുപോലെ തന്നെ അത്യാവശ്യം ഷാർപ്നെസ്സോട് കൂടിയിട്ടുള്ള, കാരണം 50 മെഗാ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നല്ലൊരു ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു അൾട്രാ വൈഡിലും ടെലിഫോട്ടോയിലും പ്രൈമറിയിലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ സെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫീച്ചറിൽ ഒന്നാണ് അൾട്രാ നൈറ്റ് വീഡിയോ എന്ന് പറയുന്നത്. അതായത് അത്രയും ഡാർക്ക് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഫീച്ചർ എത്രത്തോളം ആളുകൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ രണ്ടാമത്തെ ഫീച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂവി ഫ്രെയിം എന്ന് പറയുന്നത്, അതായത് സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോ ആയിട്ടുള്ള 21:9 നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഫീല് നമുക്ക് ലഭിക്കും. അത്രത്തോളം നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയും നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആകും. വളരെ നല്ല ഭംഗിയിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഈ ഒരു സിനിമാറ്റിക് മോഡ് അല്ലെങ്കിൽ ഈ ഒരു മൂവി ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. Xiaomi 12 Proയുടെ വീഡിയോ ഫൂട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. HDR മോഡ് ഇതിലാണ് എനേബിൾ ആയിട്ടുള്ളത്. 4K 60, 8K 24 ഫ്രെയിം സെക്കൻഡിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഷേക്കിംഗ് ഇല്ലാതെ നല്ല രീതിയിലൊരു വീഡിയോ ഫൂട്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കളറിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറാണ് നമുക്ക് മിക്ക സമയത്തും കാണുന്നത്. അതുപോലെ തന്നെ HDR നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. 8K 24 ഫ്രെയിം സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ ഫൂട്ടേജ് ആണ്. വളരെ കുറച്ച് മോഡൽസിൽ മാത്രമേ നമുക്ക് 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കാറുള്ളൂ. അതിൽ തന്നെ മിക്ക മോഡൽസ് നല്ല രീതിയിൽ ഷേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ലഭിക്കലുള്ളത്. പക്ഷേ ഇതിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ഷേക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറായിട്ടാണ് എനിക്കിതിൽ കാണാൻ കഴിയുന്നത്. 32 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു Xiaomi 12 Proയിൽ സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ നൽകുന്ന ഫോട്ടോയാണ് എല്ലാ സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഷാർപ്നെസ്സോട് കൂടിയുള്ള ഫോട്ടോ ലഭിക്കുന്നുണ്ട്. ബ്യൂട്ടി മോഡ് ഓഫ് ആക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്യൂട്ടി മോഡ് ഓൺ ആണെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പക്ഷേ കളേഴ്സും ഒരു നാച്ചുറൽ കളറല്ല, ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത്തിരി വേറൊരു തരത്തിലുള്ള ഒരു കളർ ഔട്ട്പുട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ പേഴ്സണലി ഡീറ്റെയിൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് സെൽഫി ക്യാമറയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ HDR ഫോട്ടോസ് നല്ല രീതിയിലുള്ള HDR ഫോട്ടോസ് നമുക്ക് മിക്ക സെനേറിയോസിൽ ലഭിച്ചിട്ടുണ്ട്. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് വലിയൊരു സംഭവം അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് പെർഫോമൻസ് നമുക്കിതിൽ കാഴ്ചവെക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്താൽ ആ ഒരു സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് മിക്ക സമയത്തും ഈ ഒരു സെൽഫി ക്യാമറയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ റിയർ ക്യാമറയും സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 12 Pro. Xiaomi 12 Proയിൽ എടുക്കുന്ന സെൽഫി വീഡിയോ ഫൂട്ടേജ് ആണ്. ഫുൾ എച്ച് ഡിയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എങ്കിലും ഫുൾ എച്ച് ഡിയിൽ 30ലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലാണ് HDR മോഡ് എനേബിൾ ആയിട്ടുള്ളൂ. ഡൈനാമിക് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ നാച്ചുറൽ കളറല്ല, ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പക്ഷേ കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓവറോൾ വീഡിയോ ഫൂട്ടേജ് ക്വാളിറ്റി വൈസ്
അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. Xiaomi 12 Proയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB 3599 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 72,000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഏപ്രിൽ 27 ഇതിൻ്റെ ലോഞ്ച് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രൈസ് നമുക്ക് അറിയാൻ സാധിക്കുക. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ തന്നെയാണ് Xiaomi 12 Pro എന്നത്. ക്യാമറയുടെ കാര്യം എടുത്താൽ ഫോട്ടോസൊക്കെ നല്ല ഡീറ്റെയിൽ നൽകുന്ന ഫോട്ടോസാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഹർമൻ കാർഡൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ലതാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. ബാറ്ററി ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ്. 120 വാട്ടിൻ്റെ ചാർജർ, അതുപോലെ തന്നെ മികച്ച പ്രൊസസ്സർ, GPU, RAM. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 12 Pro. അതോടൊപ്പം തന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് IP റേറ്റിംഗ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടില്ല എന്നതാണ്. ഇന്നത്തെ ഈ ഒരു Xiaomi 12 Proയുടെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞത് തള്ളല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, വീഡിയോസും കാര്യങ്ങളും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.